നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് LP, UP സ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള ഒരു പ്രത്യേക സെഗ്മെൻറ്റാണ്. അതിൻ്റെ പേരാണ് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരത്തിലെ മാറ്റം എന്നാണ് പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം. പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം വ്യവഹാരത്തിലെ മാറ്റം എന്നാണ്. ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ക്ലാസ് മുറികളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അധ്യാപകർ, പാഠ്യവസ്തുക്കൾ, പഠന അന്തരീക്ഷം. അധ്യാപകരും പാഠ്യവസ്തുക്കളും പഠന അന്തരീക്ഷവുമാണ് ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സജ്ജീകരിച്ച് നൽകുക എന്നത് അധ്യാപകരുടെ ധർമ്മമാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സജ്ജീകരിച്ച് നൽകുക എന്നത് ആരുടെ കടമയാണ്? അത് അധ്യാപകരുടെ ധർമ്മമാണ്. അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത, മുന്നറിവ്, ആശയം ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥ അറിയുക, ഇതെല്ലാം അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അപ്പോൾ അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത, മുന്നറിവ്, ആശയം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അറിയുക എന്നതൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ എത്രയായിട്ട് തരംതിരിക്കാൻ സാധിക്കും? ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ നമുക്ക് രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, അധ്യാപക കേന്ദ്രീകൃത പഠനം. ഒന്നാമത്തേത് അധ്യാപക കേന്ദ്രീകൃത പഠനമാണെങ്കിൽ രണ്ടാമത്തേത് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനമാണ്. രണ്ടാമത്തേത് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനവും ഒന്നാമത്തേത് അധ്യാപക കേന്ദ്രീകൃത പഠനവുമാണ്. ഇനി പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് പ്രാധാന്യം നൽകുന്ന പഠനമാണ് അധ്യാപക കേന്ദ്രീകൃത പഠനം. പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതിയാണ് അധ്യാപക കേന്ദ്രീകൃത പഠനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ലെക്ചറർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്നിവയെല്ലാം അധ്യാപക കേന്ദ്രീകൃത പഠനത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയുണ്ട്. അതാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം എന്ന് പറയുന്നത്. അപ്പോൾ പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ബ്രൂണറുടെ കണ്ടെത്തലുകൾ, പഠനം, ആംസ്ട്രോങ്ങിൻ്റെ ഇൻക്വയറി രീതി, പ്രൊജക്റ്റ് രീതി, ചർച്ചാ രീതി, ഇവയെല്ലാം പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് കണക്കിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, പരിപക്വത, അഭിപ്രേരണ, ഇവയൊക്കെയാണ് പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനിയോ പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളുണ്ട്. അതെല്ലാം എന്തെന്ന് നമുക്ക് നോക്കാം. അല്ലെ, പഠന പ്രക്രിയയിൽ ഒരു വിദ്യാർത്ഥിയെ പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, കായികപരമായിട്ടുള്ള പോരായ്മകൾ. അല്ലെ, കായികപരമായിട്ടുള്ള പോരായ്മകൾ. പിന്നെ അഭിപ്രേരണയുടെ അഭാവം മൂലമുണ്ടാകുന്ന വികസന വൈകല്യങ്ങൾ, അപസമായോജനം എന്നിവയെല്ലാം പഠന പ്രക്രിയയിൽ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, കാഠിന്യം, അർത്ഥപൂർണത എന്നിവ ക്ലാസ് റൂം പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യം, കാഠിന്യം, അർത്ഥപൂർണത എന്നിവ ക്ലാസ് റൂം പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി പഠന പ്രക്രിയയുടെ ഇടയിലുണ്ടാകുന്ന അനഭിലഷണീയമായ പീഡസ്ഥ ഫലികകളുണ്ട്. അതായത് മുന്നോട്ട് പഠിക്കാൻ കഴിയാൻ സാധിക്കാത്തൊരവസ്ഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. പഠന പ്രക്രിയയുടെ ഇടയിലുണ്ടാകുന്ന അനഭിലഷണീയമായ പീഡസ്ഥ ഫലികകളുണ്ട്. അവയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് സ്വീകരിക്കേണ്ടുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് ആവശ്യത്തിന് ഇടവേളകൾ എടുത്ത് പഠിക്കുക, പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുക. അല്ലെ, ആവശ്യത്തിന് ഇടവേളകൾ എടുക്കുകയും പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി ക്ലാസ് റൂം പഠിതാക്കളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാൻ സാധിക്കും? മൂന്നായിട്ടാണ് ക്ലാസ് റൂമിലെ പഠിതാക്കളെ തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തേത് കണ്ടുപഠിക്കുന്നവരാണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളവർ. രണ്ടാമത്തേത് കേട്ടുപഠിക്കുന്നവരാണ് രണ്ടാമത്തേതിലുള്ളത്. മൂന്നാമത്തേത് പ്രവർത്തിച്ചു പഠിക്കുന്നവർ. ഇപ്പോൾ പ്രവർത്തിച്ചു പഠിക്കുന്നവരാണ് മൂന്നാമത്തെ ശ്രേണിയിൽ ഉള്ളവർ. ബോധന തന്ത്രങ്ങളെക്കുറിച്ച് നോക്കാം. അല്ലെ, കണ്ടുപഠിക്കുന്നവരും കേട്ടുപഠിക്കുന്നവരും പ്രവർത്തിച്ച് പഠിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല പല പഠന തന്ത്രങ്ങളുണ്ട്. നമുക്ക് ബോധന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അല്ലെ, എന്താണ്? മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധന തന്ത്രമാണ് വിവരണം അഥവാ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധന തന്ത്രത്തിനെയാണ് വിവരണം എന്ന് പറയുന്നത്.
ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ വർണ്ണനം എന്ന് പറയുന്നത്. അപ്പോൾ വർണ്ണനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയയെ നമ്മൾ വർണ്ണനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നു. ഇനി പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് വിശദ അവതരണം എന്ന് പറയുന്നത്. അപ്പോൾ പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് അതിൻ്റെ വിശദ അവതരണം അഥവാ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയുണ്ട്. അതാണ് പുനരവലോകനം എന്ന് പറയുന്നത്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയാണ് പുനരവലോകനം അഥവാ റിവ്യൂ എന്ന് പറയുന്നത്. വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മക പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത്. വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയാണ് നമ്മൾ പാനൽ ചർച്ച അഥവാ പാനൽ ഡിസ്കഷൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയത്തിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ച് കാണിക്കുന്നതാണ് നാടക ആവിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായിട്ടും അഭിനയിച്ച് കാണിക്കുന്നതിനെയാണ് നാടക ആവിഷ്കരണം അഥവാ ഡ്രാമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ച് കാണിക്കുന്നതിനെയാണ് നാടക ആവിഷ്കരണം അഥവാ ഡ്രാമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവനരംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. ഇനി ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് നോക്കാം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണ്? സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായിട്ട് യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്തത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിപ്പിച്ച് ആശയങ്ങളുടെ കൊടുങ്കാറ്റ് പോലുള്ള വിസ്ഫോടനം സൃഷ്ടിച്ച പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായിട്ട് യോഗം വിളിച്ചുകൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്തത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ആശയങ്ങളുടെ കൊടുങ്കാറ്റ് പോലുള്ള വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇനി വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഫലപ്രദമാകുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഫലപ്രദമാകുന്നത് എങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ്? വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഫലപ്രദമാകുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? അലക്സ് ഫെയ്ക്കിനി ഓസ്ബോൺ എന്ന വ്യക്തിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? അലക്സ് ഫെയ്ക്കിനി ഓസ്ബോൺ എന്ന വ്യക്തിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബസ് ഗ്രൂപ്പുകളുണ്ട്, അതായത് ബസ് സെഷനുകളുണ്ട്. ബസ് സെഷൻ അഥവാ ബസ് ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേക ആസൂത്രണമൊന്നും കൂടാതെ തിരക്കിട്ട സംഘചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗമാണ് ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ആസൂത്രണമൊന്നും കൂടാതെ തിരക്കിട്ട സംഘചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗത്തിനെയാണ് നമ്മൾ ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളിൽ ആശയ ആവിഷ്കരണ പാടവം, പ്രശ്ന പരിഹാര നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നതാണ് ബസ് ഗ്രൂപ്പുകൾ. ഇപ്പോൾ ബസ് ഗ്രൂപ്പുകൾ കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികളിൽ ആശയ ആവിഷ്കാര പാടവം, പ്രശ്ന പരിഹാര നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നതാണ് ബസ് ഗ്രൂപ്പുകൾ. അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബോധന രീതിയാണ് സിംപോസിയം എന്ന് പറയുന്നത്. സിംപോസിയം. അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബോധന രീതിയാണ് സിംപോസിയം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിംപോസിയം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിംപോസിയം എന്ന് പറയുന്നത്. ഇനി പ്രബന്ധ അവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രബന്ധ അവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വർക്ക്ഷോപ്പ് ഉണ്ട്. എന്താണ് വർക്ക്ഷോപ്പ്?
വർക്ക്ഷോപ്പ് എന്നത് ഒരു നൂതന രീതിയാണ് അല്ലേ. വർക്ക്ഷോപ്പ് എന്നത് ഒരു നൂതന രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയോ പ്രസംഗം നടത്തുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയോ പ്രസംഗം നടത്തുകയോ വായിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് നേതൃപാടവവും സഹകരണ മനോഭാവവും വളർത്തുന്ന ഒന്നാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേതൃത്വ പാടവവും സഹകരണ മനോഭാവവും വളർത്തുന്ന ഒന്നാണ്. വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗൃഹപാഠങ്ങൾ ചെയ്യൽ, കുറിപ്പ് തയ്യാറാക്കൽ, നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ ചെയ്യൽ, സൂപ്പർവൈസ്ഡ് സ്റ്റഡി എന്നിവയാണ് ബോധന മാർഗത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബോധന ഉപായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിലെ പ്രധാനപ്പെട്ട ബോധന ഉപായങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗൃഹപാഠങ്ങൾ, കുറിപ്പ് തയ്യാറാക്കൽ, നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ, സൂപ്പർവൈസ്ഡ് സ്റ്റഡി എന്നിവയൊക്കെയാണ് വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബോധന ആസൂത്രണമുണ്ട് അല്ലെ. ബോധന ആസൂത്രണം എന്താണ്? പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധന ആസൂത്രണ രീതിയാണ് ഏകക സൂത്രം എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധന ആസൂത്രണ രീതിയെ ആണ് ഏകക ആസൂത്രണം അഥവാ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഏകക ആസൂത്രണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏകക ആസൂത്രണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഉദ്ദേശ്യങ്ങളും അതിൻ്റെ സ്പഷ്ടീകരണങ്ങളും, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം, ഒരാണ്ടിലേക്കുള്ള പാഠങ്ങളുടെ സമഗ്രമായ ആസൂത്രണം, വാർഷിക ആസൂത്രണം, ഇവയെല്ലാമാണ് ഏകക ആസൂത്രണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അതായത് ഉദ്ദേശ്യങ്ങളും സ്പഷ്ടീകരണങ്ങളും, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം, ഒരാണ്ടിലേക്കുള്ള പാഠങ്ങളുടെ സമഗ്രമായ ആസൂത്രണം, വാർഷിക ആസൂത്രണം, അതായത് ഇയർ ഓഫ് പ്ലാനിംഗ് ആണ്. ഒരു വിദ്യാലയത്തിലെയോ ഒരേ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടായി ചർച്ച ചെയ്തോ പല വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്നോ തയ്യാറാക്കേണ്ടതാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്. ഒരു വിദ്യാലയത്തിലെയോ ഒരേ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടായി ചർച്ച ചെയ്തോ പല വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്നോ തയ്യാറാക്കേണ്ടതാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്. ഇനി ബോധനഘട്ടങ്ങളുണ്ട്. ബോധനഘട്ടങ്ങൾ എന്തെല്ലാമാണ്? ബോധനഘട്ടങ്ങൾ പഠന അനുഭവങ്ങൾ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് പറഞ്ഞത് ഫിലിപ്പ് ഡബ്ല്യു ജാക്സൺ ആണ്. പഠന അനുഭവങ്ങൾ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫിലിപ്പ് ഡബ്ല്യു ജാക്സൺ എന്ന വ്യക്തി. ഇനി നിർവചനങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ നിർവചനം അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ബോധനഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ലക്ഷ്യങ്ങളുടെ നിർവചനം, രണ്ടാമത്തേത് പഠന അനുഭവങ്ങൾ, മൂന്നാമത്തേത് പഠന വിവരങ്ങളുടെ ശേഖരണം. അതായത് ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠന അനുഭവങ്ങൾ, പഠന വിവരങ്ങളുടെ ശേഖരണം. ക്ലാസ് റൂമിൽ പോകുന്നതിന് മുൻപ് അധ്യാപകൻ നടത്തുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഉൾക്കൊള്ളുന്ന ബോധന ആസൂത്രണ ഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. ബോധനാസൂത്രണ ഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. പ്രാക്ക് പ്രവർത്തനഘട്ടം അഥവാ പ്രീ ആക്റ്റീവ് ഫേസ് എന്നാണ് പറയുന്നത്. പ്രാക്ക് പ്രവർത്തനഘട്ടം അഥവാ ബോധനത്തിൻ്റെ ആസൂത്രണ ഘട്ടം. ബോധനത്തിൻ്റെ ആസൂത്രണ ഘട്ടത്തിനെയാണ് പ്രീ ആക്റ്റീവ് ഫേസ് അഥവാ പ്രാക്ക് പ്രവർത്തനഘട്ടം എന്ന് പറയുന്നത്. വിഷയ അവതരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സിൽ ബോധനവുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ബോധന ആസൂത്രണ ഘട്ടമാണ് പ്രവർത്തനഘട്ടം അഥവാ പ്രാക്ക് പ്രവർത്തനഘട്ടം അഥവാ ഇൻ്ററാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. വിഷയ അവതരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സിൽ ബോധനവുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ബോധന ആസൂത്രണ ഘട്ടമാണ് ഇൻ്ററാക്റ്റീവ് ഫേസ് അഥവാ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടം അല്ലെ. ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടമാണ് പ്രവർത്തനാനന്തര ഘട്ടം എന്ന് പറയുന്നത്. പ്രവർത്തനാനന്തര ഘട്ടം പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ബോധനത്തിൻ്റെ അവസാന ഘട്ടമാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് അഥവാ ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടമാണ് പ്രവർത്തന അനന്തര ഘട്ടം അഥവാ പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. പ്രവർത്തന അനന്തര ഘട്ടത്തിൽ വാചിക പരീക്ഷയിലൂടെയോ എഴുത്ത് പരീക്ഷയിലൂടെയോ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താവുന്നതാണ്. വിഭവ യൂണിറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. വിഭവ യൂണിറ്റ് അധ്യാപകരും മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്. അധ്യാപകരും മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്. വിഭവ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. വിഭവ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം എന്നാണ് പറയുന്നത്. പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠന അനുഭവങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, മൂല്യനിർണ്ണയങ്ങളുണ്ട്, വിലയിരുത്തലുണ്ട്, പാഠ്യക്രമം ഉണ്ട്. പാഠ്യക്രമം അഥവാ സിലബസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം.
എന്താണ് സിലബസ് അഥവാ പാഠ്യക്രമം? അതായത് ഇത് ഒരു പാഠ്യപദ്ധതി അല്ല. സിലബസ് എന്ന് പറയുന്നത് ഒരു പാഠ്യപദ്ധതിയല്ല. പാഠ്യപദ്ധതിയിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് പാഠ്യക്രമം അഥവാ സിലബസ് എന്ന് പറയുന്നത്. അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നതുവരെ വിദ്യാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇത് ഒരു പാഠ്യപദ്ധതിയല്ല. പാഠ്യപദ്ധതിയിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് പാഠ്യക്രമം. അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നതുവരെ വിദ്യാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി പാഠ ആസൂത്രണമുണ്ട്. എന്താണ് പാഠ ആസൂത്രണം? 40-45 മിനിറ്റുള്ള പീരിയഡിലേക്കായി തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠന ബോധന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ പാഠഭാഗങ്ങളുടെ കൃത്യമായ ബോധനം സാധ്യമാക്കുന്നതാണ് പാഠ ആസൂത്രണമെന്ന് പറയുന്നത്. 40-45 മിനിറ്റുള്ള പീരിയഡിലേക്കായി തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠന ബോധന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ പാഠഭാഗങ്ങളുടെ കൃത്യമായ ബോധനം സാധ്യമാക്കുന്നതാണ് പാഠ ആസൂത്രണമെന്ന് പറയുന്നത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായ മനോചിത്രീകരണമാണ് പാഠ ആസൂത്രണം എന്ന് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ അഭിപ്രായപ്പെട്ടത് GH ഗ്രീനിയാണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായ മനോചിത്രീകരണമാണ് പാഠ ആസൂത്രണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് GH ഗ്രീനിയാണ്. GH ഗ്രീനി. ആത്മവിശ്വാസത്തോടെ ക്ലാസ്സിനെ അഭിമുഖീകരിക്കാൻ മികച്ച പാഠ ആസൂത്രണം കൊണ്ട് സാധിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ക്ലാസ്സിനെ അഭിമുഖീകരിക്കാൻ മികച്ച പാഠ ആസൂത്രണം കൊണ്ട് സാധിക്കുന്നതാണ്. പാഠഭാഗം രസകരമായി അവതരിപ്പിക്കാനും പുതിയ ബോധന രീതികൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും പാഠ ആസൂത്രണം സഹായിക്കുന്നതാണ്. പാഠഭാഗം രസകരമായി അവതരിപ്പിക്കാനും പുതിയ ബോധന രീതികൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും പാഠ ആസൂത്രണം സഹായിക്കുന്നതാണ്. ബോധനം, അതിൻ്റെ സാമാന്യ രീതികൾ നമുക്ക് നോക്കാം. ബോധനത്തിൻ്റെ സാമാന്യ രീതികൾ എന്തെല്ലാമാണ്? അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, ഫ്രം നോൺ ടു അൺനോൺ. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് ഒരു ബോധനത്തിൻ്റെ സാമാന്യമായ ഒരു രൂപമാണ്. അതായത് കുട്ടികൾക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തവയിലേക്ക് മുന്നേറുന്ന ഒരു രീതിയുണ്ട്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തവയിലേക്ക് മുന്നേറുന്ന ഒരു രീതിയുണ്ട്. അതായത് ലളിതമായവയിൽ നിന്ന് സങ്കീർണമായവയിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ലളിതമായവയിൽ നിന്ന് സങ്കീർണമായവയിലേക്ക്, അതായത് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങി വേണം സങ്കീർണതയിലേക്ക് നീങ്ങാനുള്ളത് എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങി വേണം സങ്കീർണതയിലേക്ക് നീങ്ങാനായിട്ടുള്ളത്. മൂർത്തമായവയിൽ നിന്ന് വേണം അമൂർത്തമായവയിലേക്ക് നീങ്ങാനുള്ളത്. അപ്പോൾ മൂർത്തമായവയിൽ നിന്ന് അമൂർത്തമായവയിലേക്കും നമ്മൾ നീങ്ങേണ്ടതാണ്. വസ്തുക്കൾ ആദ്യവും വാക്കുകൾ പിന്നീടും എന്ന രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടത്. അപ്പോൾ വസ്തുക്കൾ ആദ്യവും വാക്കുകൾ പിന്നീടും എന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. കുട്ടികൾ പഠനം ആരംഭിക്കേണ്ടത് മൂർത്തമായ വസ്തുക്കളിലൂടെയാണ്. അപ്പോൾ കുട്ടികളുടെ പഠനം ആരംഭിക്കേണ്ടത് മൂർത്തമായ വസ്തുക്കളിലൂടെയാണ്. പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവയിലേക്ക്, അതായത് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവയിലേക്ക് എന്നുള്ളതാണ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയുന്നത്. ഇനി കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പഠന രീതിയുണ്ട്. കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പഠന രീതിയുണ്ട്. അതാണ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയുന്നത്. ക്ലിപ്തമല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ക്ലിപ്തം അല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക്, അതായത് ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് എന്നുള്ളതാണത്. ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ്, ക്ലിപ്തം അല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായവയിലേക്ക്. ഇനി ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്ലോബുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ക്ലിപ്തമല്ലാത്ത വസ്തുതകളിൽ നിന്നും ക്ലിപ്തമായ വസ്തുതകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന ഒരു രീതിയുണ്ട്. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്ലോബുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ക്ലിപ്തമല്ലാത്ത വസ്തുതകളിൽ നിന്നും ക്ലിപ്തമായ വസ്തുതകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന ഒരു രീതിയുണ്ട്. മനഃശാസ്ത്രമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക്, അതായത് ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ, മനഃശാസ്ത്രപരമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക്, ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. കുട്ടികളുടെ താല്പര്യത്തിനും കഴിവിനും അതീതമായി വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് യുക്തിയുക്തമായ അവതരണ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ താല്പര്യത്തിനും കഴിവിനും അതീതമായി വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് യുക്തിയുക്തമായ അവതരണ ശൈലി അഥവാ മുഴുവനായതിൽ നിന്നും ഭാഗങ്ങളിലേക്ക്, ഫ്രം വോൾ ടു പാർട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രം വോൾ ടു പാർട്സ്, അതായത് മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇത്. ഭാഗിക പഠനത്തേക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണെന്ന് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാഗിക പഠനത്തേക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണെന്ന് അഭിപ്രായപ്പെടുന്ന മനഃശാസ്ത്രമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുന്നത്.
തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണ് ഇത്. അപ്പോൾ തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണ് ഇത്. അപഗ്രഥനത്തിൽ നിന്നും ഉദ്ഗ്രഥനത്തിലേക്ക്, അതായത് ഫ്രം അനാലിസിസ് ടു സിന്തസിസ് എന്ന് പറയുന്നുണ്ട്. ഫ്രം അനാലിസിസ് ടു സിന്തസിസ് വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രഥിച്ച് പൂർണ്ണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതി. വ്യത്യസ്തമായ പാഠഭാഗങ്ങളെ അപഗ്രഥിച്ച് പൂർണ്ണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് അപഗ്രഥനത്തിൽ നിന്നും ഉദ്ഗ്രഥനത്തിലേക്കെന്ന് പറയുന്നത്. സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക് എന്ന രീതിയുണ്ട്. സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക്, അതായത് ഫ്രം നിയർ ടു ഫാർ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രം നിയർ ടു ഫാർ, സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക്. കുട്ടികൾ തൻ്റെ അടുത്ത ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അവരുടെ വിശാല പഠനത്തെ എളുപ്പമാക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾ തൻ്റെ അടുത്ത ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നത് അവരുടെ വിശാല പഠനത്തെ എളുപ്പമാക്കുന്നു, അതായത് ഫ്രം നിയർ ടു ഫാർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതോ യാഥാർത്ഥ്യമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവം ഉള്ളതിലേക്ക് എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവം ഉള്ളതിലേക്ക്, ഫ്രം ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് പറയുന്നത്. ഫ്രം ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ്. യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. അതായത് യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മുതിർന്ന ക്ലാസ്സുകളിൽ യാഥാർത്ഥ്യമായവയ്ക്ക് പകരമായിട്ട് മാതൃകകളോ ചിത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മുതിർന്ന ക്ലാസ്സുകളിൽ യാഥാർത്ഥ്യമായവയ്ക്ക് പകരമായിട്ട് മാതൃകകളോ ചിത്രങ്ങളോ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇനി ബോധന ഉദ്ദേശ്യങ്ങളുടെ വർഗ്ഗ വിവരണമുണ്ട്. ബോധനോദ്ദേശങ്ങളുടെ വർഗ്ഗ വിവരണത്തിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ടാക്സോണമി, ബോധനോദ്ദേശങ്ങളുടെ വർഗ്ഗ വിവരണത്തിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിയെ ആണ് ടാക്സോണമി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശ്യങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്നാണ്. അതായത് അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശ്യങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്നാണ്. ബോധന ഉദ്ദേശ്യങ്ങളെ 3 മേഖലകളിലായിട്ടാണ് വർഗീകരിക്കുന്നത്. അപ്പോൾ ബോധന ഉദ്ദേശ്യങ്ങളെ എത്ര മേഖലകളായിട്ട് വർഗീകരിക്കുന്നു? 3 മേഖലകളിലായിട്ടാണ് വർഗീകരിക്കുന്നത്. ഒന്നാമത്തേത് വൈജ്ഞാനിക മേഖല, രണ്ടാമത്തേത് വൈകാരിക മേഖല, മൂന്നാമത്തേത് മനഃശാചല മേഖല എന്നാണ് വിളിക്കുന്നത്. മനഃശാലക മേഖല. അതിൽ നമുക്ക് വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, കോഗ്നിറ്റീവ് ഡൊമൈനിൽ പറയുന്ന എന്താണ്? അവിടെ വിജ്ഞാനം വേണമെന്ന് പറയുന്നുണ്ട്, ആശയഗ്രഹണം വേണമെന്ന് പറയുന്നുണ്ട്, പ്രയോഗം വേണമെന്ന് പറയുന്നുണ്ട്, അപഗ്രഥനം വേണമെന്ന് പറയുന്നുണ്ട്, മൂല്യനിർണ്ണയം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, മൂല്യനിർണ്ണയം എന്നിവയാണ് വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വൈകാരിക മേഖല എന്താണെന്ന് നോക്കാം. അല്ല, വൈകാരിക മേഖല അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നതാണ് വൈകാരിക മേഖല. അഫക്റ്റീവ് ഡൊമൈൻ സ്വീകരണമുണ്ട്, പ്രതികരണമുണ്ട്, വില കൽപ്പിക്കലുണ്ട്, സംഘാടനമുണ്ട്, സ്വാഭാവിക ശൈലിയും ഇവിടെയാണുള്ളത്. അപ്പോൾ സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കൽ, സംഘാടനം, സ്വാഭാവിക ശൈലി ഇവയൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈൻ അഥവാ വൈകാരിക മേഖലയിൽ ഉള്ളത്. ഇനി അടുത്തത് മനഃശാല മേഖലയാണ്. മനഃശാലക മേഖല അഥവാ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്ന മനഃശാലക മേഖലയുണ്ട്. അവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അവിടെ ഇന്ദ്രിയ അനുഭൂതിയുണ്ട്, മാർഗദർശിത പ്രതികരണമുണ്ട്, പ്രവർത്തന തടസ്സമുണ്ട്, സങ്കീർണബാഹ്യ പ്രതികരണമുണ്ട്, മൗലിക സൃഷ്ടികളുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മനഃശാലക മേഖല അഥവാ സൈക്കോ മോട്ടോർ ഡൊമൈനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്ദ്രിയ അനുഭൂതി, മാർഗദർശിത പ്രതികരണം, പ്രവർത്തന തടസ്സം, സങ്കീർണബാഹ്യ പ്രതികരണം, മൗലിക സൃഷ്ടി എന്നിവയാണ് ഇതിൽ ഉള്ളത്. അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബൗദ്ധിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശ്യങ്ങളാണ് വൈജ്ഞാനിക മേഖല. അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബൗദ്ധിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശ്യങ്ങളാണ് വൈജ്ഞാനിക മേഖല അഥവാ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആസ്വാദനം, താൽപ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശ്യങ്ങളാണ് അഫക്റ്റീവ് ഡൊമൈൻ അഥവാ വൈകാരിക മേഖല എന്ന് പറയുന്നത്. ആസ്വാദനം, താൽപ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈകാരിക ഭാവങ്ങളുടെ അഭിലഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശ്യങ്ങളാണ് അഫക്റ്റീവ് ഡൊമൈൻ അഥവാ വൈകാരിക മേഖല എന്ന് പറയുന്നത്. കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശ്യങ്ങളാണ് മനഃശാലക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ കായികവും
പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശ്യങ്ങളാണ് മനഃചാലക മേഖല അഥവാ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത്. സൈക്കോ മോട്ടോർ ഡൊമൈൻ. മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട്, അതാണ് ആശയഗ്രഹണം എന്ന് പറയുന്നത്. പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയെ നമ്മളെന്ത് വിശേഷിപ്പിക്കുന്നു? ആശയഗ്രഹണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ശേഷിയെ ആണ് നമ്മൾ പ്രയോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രയോഗം? പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ശേഷിയെ ആണ് പ്രയോഗമെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയെ ആണ് അപഗ്രഥനമെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഘടകങ്ങളായിട്ട് അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയെ ആണ് അപഗ്രഥനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയെ ആണ് സിന്തസിസ് അഥവാ ഉദ്ഗ്രഥനമെന്ന് വിശേഷിപ്പിക്കുന്നത്. അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയെ ആണ് ഉദ്ഗ്രഥനം അഥവാ സിന്തസിസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷി, അതിനെയാണ് നമ്മൾ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷി, അതാണ് മൂല്യനിർണ്ണയം എന്ന പേരിൽ പറയുന്നത്. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയുണ്ട്, അതിനെയാണ് നമ്മൾ സ്വീകരണം അഥവാ റിസീവിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയെ ആണ് സ്വീകരണം അഥവാ റിസീവിംഗ് എന്ന് പറയുന്നത്. പഠന പ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തമുണ്ട്, അതിനെയാണ് നമ്മൾ പ്രതികരണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പഠന പ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തമാണ് പ്രതികരണം അഥവാ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വിലകൽപ്പിക്കൽ അഥവാ വാല്യൂവിംഗ് എന്ന് പറയുന്നത്. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വിലകൽപ്പിക്കൽ അഥവാ വാല്യൂവിംഗ് എന്ന് പറയുന്നത്. വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതാണ് സംഘാടനം അഥവാ ഒത്തിണക്കം എന്ന് പറയുന്നത്. വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതിനെയാണ് നമ്മൾ സംഘാടനം അഥവാ ഒത്തിണക്കം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസംഘാതം ഉണ്ട്, അല്ലേ? ഒരു വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസംഘാതം ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നതാണ് മൂല്യത്തിൻ്റെയോ സംഘാതത്തിൻ്റെയോ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാരശൈലി രൂപവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ വ്യവഹാരശൈലി രൂപവൽക്കരണമാണ് ഇത്. ഇനി ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ ഓഫ് കോംപ്ലക്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയ അനുഭൂതി എന്ന് പറയുന്നത്. പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയ അനുഭൂതി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ നില അഥവാ സന്നദ്ധത എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ നില അഥവാ സന്നദ്ധത എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു സങ്കീർണ നൈപുണിയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എന്താണ്? ഒരു സങ്കീർണ നൈപുണിയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നതാണ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം എന്നാണ് പറയുന്നത്. മാർഗനിർദ്ദേശത്തിന് ഒത്ത പ്രതികരണം അഥവാ ഗൈഡഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനതന്ത്രം അഥവാ മെക്കാനിസം എന്ന് പറയുന്നത്. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനതന്ത്രം അഥവാ മെക്കാനിസം എന്ന് പറയുന്നത്. സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനമാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം എന്ന് പറയുന്നത്. സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനത്തിനെയാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം അഥവാ കോംപ്ലക്സ് ഒവേർട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ഒവേർട്ട് റെസ്പോൺസ് പ്രത്യേക ആവശ്യങ്ങൾക്കൊത്ത പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്ത പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്.
ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് മൗലിക സൃഷ്ടി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയെ ആണ് മൗലിക സൃഷ്ടി അഥവാ ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ഇനി അധ്യാപകൻ്റെ ആസൂത്രണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അധ്യാപകൻ്റെ ആസൂത്രണം എങ്ങനെയാണ്? ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പ്, അതിനെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പിനെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ആസൂത്രണം 3 വിധത്തിലാണ് ഉള്ളത്, അല്ലെ? 3 വിധത്തിലുള്ള ആസൂത്രണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നു, വാർഷിക ആസൂത്രണം. രണ്ടാമത്തേത് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ദൈനംദിന ആസൂത്രണം, ദൈനംദിന ആസൂത്രണമാണ് മൂന്നാമത്തെ ആസൂത്രണം, ദൈനംദിന ആസൂത്രണമാണ്. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്, വാർഷിക ആസൂത്രണം. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന ആസൂത്രണമാണ് സൂക്ഷ്മ ആസൂത്രണം, അല്ലേ? ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം. ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി സമഗ്രമായി കണ്ടെത്തുന്ന രീതി, അതാണ് സമഗ്രാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപങ്ങൾ, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം എന്ന് പറയുന്നത്. സമഗ്രാസൂത്രണം. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായിട്ട് ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ദൈനംദിന ആസൂത്രണം. സമഗ്ര ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായിട്ട് ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവൽ. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നുണ്ട്, അല്ലേ? ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തകത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ് എന്നാണ് പറയുന്നത്. പ്രക്രിയ പേജ്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തകത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ് എന്ന് പറയുന്നത്. ഇനി പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തലുകൾ, സ്വയം വിലയിരുത്തലുകൾ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തലുകൾ, സ്വയം വിലയിരുത്തലുകൾ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യതകൾ തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ പേജ് എന്ന് പറയുന്നത്. വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഫലനാത്മക കുറിപ്പ് എന്താണ്? റിഫ്ലക്ഷൻ നോട്ട്സ് എന്താണ്? വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉദ്ഗ്രഥിത പഠനം എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിൽ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പുതിയ സമീപനമനുസരിച്ച് 1-2 ക്ലാസ്സുകളിൽ സ്വീകരിച്ചിരിക്കുന്ന പഠന സമീപനമാണ് ഉദ്ഗ്രഥിത സമീപനം എന്നാണ് പറയുന്നത്. ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃത്യനുകൂലമായിട്ട് പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത്. ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃത്യനുകൂലമായിട്ട് പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത്. വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി ഇല്ലാത്തതാണ് ഈ പഠന രീതി എന്ന് പറയുന്നത്.
വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി ഇല്ലാത്തതാണ് ഈ പഠന രീതി. കുട്ടിയിലുണ്ടാവേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്നറിയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് ഈ വിലയിരുത്തൽ. ഇപ്പോൾ കുട്ടിയിലുണ്ടാവേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് ഈ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇനി പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? പഠന നേട്ടങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ഒന്ന് നോക്കാം. അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. കൂടാതെ നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയുന്നതുമായിരിക്കണം, ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങളിൽ നേടുന്നവയായിരിക്കണം. ഇതൊക്കെയാണ് ഈ പഠന നേട്ടങ്ങളുടെ സവിശേഷതകളായിട്ട് ഇവിടെ പറയുന്നത്. ഇനി മാപനവും മൂല്യനിർണ്ണയവും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മാപനവും മൂല്യനിർണ്ണയവും എന്താണ് എന്ന് നോക്കാം. മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. മാപനവും മൂല്യനിർണ്ണയവും ഒരു പ്രത്യേക വ്യവഹാരത്തിൻ്റെ, അതായത് ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയ ആണ് മാപനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയ, അതാണ് മാപനം എന്ന് പറയുന്നത്. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാപനം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാപനം നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. മാപനം എന്നത് പാരിമാണികമാണെന്നാണ് പറയുന്നത്. മാപനം എന്നത് പാരിമാണികമാണ്. ഭൂതം ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് മാപനം എന്ന് പറയുന്നത്. മാപനം എന്നത് പാരിമാണികമാണ്. ഭൂതം ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക മാത്രമാണ് മാപനം എന്നതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത്. മാപനം വസ്തുനിഷ്ഠമായിട്ടുള്ളതാണ്. മാപനം ശാസ്ത്രീയവും കൃത്യതയും ഉള്ളതാണ്. ഇത് തുടർ പ്രക്രിയ അല്ല. മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു മുൻ ഉപാധിയാണ് മാപനം എന്ന് പറയുന്നത്. അപ്പോൾ മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു മുൻ ഉപാധിയാണ് മാപനം. ഉദ്ദേശ്യങ്ങൾ രൂപവൽക്കരിക്കുക, പഠനാനുഭവങ്ങൾ നൽകുക, അയച്ചു തന്നേക്കാം. ഞാനൊരു സ്ക്രീൻ റെക്കോർഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൻ്റെ. അത് കഴിയുമ്പോൾ ഞാൻ അയച്ചു തന്നേക്കാം.
മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു മുൻ ഉപാധി, അതാണ് മാപനമെന്ന് പറയുന്നത്. ഇനി ഉദ്ദേശ്യങ്ങൾ രൂപീകരിക്കുക, പഠന അനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതായത് ഉദ്ദേശ്യങ്ങൾ രൂപവൽക്കരിക്കുക, പഠനാനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ശോധകവും മാപനവും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിന് ഉള്ളത്. അപ്പോൾ ശോധകവും മാപനവും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിന് ഉള്ളത്. ഭൂത, വർത്തമാന, ഭാവി പ്രകടനങ്ങളെ ഗുണാത്മകമായിട്ട് വിലയിരുത്തുന്നതാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂത, വർത്തമാന, ഭാവി പ്രകടനങ്ങളെ ഗുണാത്മകമായിട്ട് വിലയിരുത്തുകയാണ് മൂല്യനിർണ്ണയം എന്നതിലൂടെ വരുന്നത്. ഇനി മൂല്യനിർണ്ണയം എന്നത് എങ്ങനെയാണ്? വ്യക്തിനിഷ്ഠമാണ് മൂല്യനിർണ്ണയം. അപ്പോൾ മൂല്യനിർണ്ണയം എന്നത് വ്യക്തിനിഷ്ഠമാണ്. ഇത് ഗുണപരമായ ഒരു വിലയിരുത്തലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മൂല്യനിർണ്ണയം എന്നത് വ്യക്തിനിഷ്ഠമാണെന്നും ഇത് ഗുണപരമായ ഒരു വിലയിരുത്തലാണെന്നും എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഗുണപരമായ വിലയിരുത്തലാണ് മൂല്യനിർണ്ണയം. ഇത് എത്രത്തോളം നല്ലതാണ് എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ മൂല്യനിർണ്ണയം ഒരു തുടർ പ്രക്രിയയാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി എന്നത് വളരെ വിശാലമാണ് എന്നും പറയുന്നുണ്ട്. മൂല്യനിർണ്ണയത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. അധ്യയനത്തെ ഫലപ്രദമാക്കുന്നത് പോലെ വിലയിരുത്താനും സഹായിക്കുന്നതാണ് വാചികമായിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. മൂല്യനിർണ്ണയം പലതരത്തിലുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള മൂല്യനിർണ്ണയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് സംരചന മൂല്യനിർണ്ണയം അഥവാ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ സംരചന മൂല്യനിർണ്ണയം. രണ്ടാമത്തേത് സമ്മേറ്റീവ് ഇവാലുവേഷൻ അഥവാ ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ. അടുത്തത് ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്ന ഒരു മൂല്യനിർണ്ണയം, അതാണ് സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്നതാണ് സംരചന മൂല്യനിർണ്ണയം. പോരായ്മകളെ അപ്പപ്പോൾ പരിഹരിക്കാനുള്ള മൂല്യനിർണ്ണയ രീതിയുണ്ട്, അതാണ് സംരചന മൂല്യനിർണ്ണയ രീതി എന്ന് പറയുന്നത്. പോരായ്മകളെ അപ്പപ്പോൾ പരിഹരിക്കാനാവുന്ന മൂല്യനിർണ്ണയ രീതിയാണ് സംരചന മൂല്യനിർണ്ണയ രീതി എന്ന് പറയുന്നത്. ഇനി നിരന്തരമായിട്ട് നടക്കുന്ന വിലയിരുത്തൽ സംരചന മൂല്യനിർണ്ണയം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിരന്തരമായി നടക്കുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്താണ്? സംരചന മൂല്യനിർണ്ണയമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നത് എന്താണ്? വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നത് അതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഒരു അധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. ഒരു അധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ ഒരു കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായി നടക്കുന്ന വിലയിരുത്തലാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന വിലയിരുത്തലാണ് ആത്യന്തിക മൂല്യനിർണ്ണയത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ശോധകങ്ങൾ അഥവാ എന്താണെന്നല്ല ശോധകങ്ങൾ അഥവാ മാപിനികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അഥവാ ഒരു ബോധന പ്രക്രിയ ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയെ ആണ് നമ്മൾ ശോധകങ്ങളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയെ ആണ് ശോധകങ്ങളെന്ന് പേരിട്ട് നമ്മളിവിടെ പറയുന്നത്. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം അഥവാ ഓറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം അഥവാ ഓറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വാചിക ശോധകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവിനെ വിലയിരുത്തുക എന്നതാണ്. വാചിക ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ്. ഒരു വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയുണ്ട്. ഒരു വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയുണ്ട്. ഇതാണ് ലിഖിത ശോധകം അഥവാ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഖിത ശോധകം അഥവാ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയെ ആണ് ലിഖിത ചോദകം അഥവാ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് നിർവ്വഹണ ചോദകം അഥവാ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയെ ആണ് നിർവ്വഹണ ചോദകം അഥവാ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങളുണ്ടല്ലോ. ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്? സാധുതയാണ്, അല്ലെ, വാലിഡിറ്റിയാണ്. സാധുത, ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങളാണ് സാധുത അഥവാ വാലിഡിറ്റി. വിശ്വാസ്യത അഥവാ റിലയബിലിറ്റി, വിശ്വാസ്യത അഥവാ റിലയബിലിറ്റി. പ്രായോഗികം അഥവാ പ്രാക്ടിക്കബിലിറ്റി, പ്രായോഗികം അഥവാ പ്രാക്ടിക്കബിലിറ്റി. വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി. വ്യവച്ഛേദന ശേഷി അഥവാ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് പറയുന്നു. ഉദ്ദേശ്യ അധിഷ്ഠിത സ്വഭാവം അഥവാ ഒബ്ജക്റ്റീവ് ഹേറ്റഡ്നെസ് എന്ന് പറയും. ഒബ്ജക്റ്റീവ് ഹേറ്റഡ്നെസ്, അതായത് ഉദ്ദേശ്യ അധിഷ്ഠിത സ്വഭാവമാണ് ഒബ്ജക്റ്റീവ് ഹേറ്റഡ്നെസ് എന്ന് പറയുന്നത്. സമഗ്രത അഥവാ കോംപ്രിഹെൻസീവ്നെസ്. താരതമ്യക്ഷമത അഥവാ കമ്പാരബിലിറ്റി. പ്രയോജനക്ഷമത അഥവാ യൂട്ടിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? സാധുത അഥവാ വാലിഡിറ്റി, വിശ്വാസ്യത അഥവാ റിലയബിലിറ്റി, പ്രായോഗികം അഥവാ പ്രാക്ടിക്കബിലിറ്റി, വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി, വ്യവച്ഛേദന ശേഷി അഥവാ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, ഉദ്ദേശ്യ അധിഷ്ഠിത സ്വഭാവം അഥവാ ഒബ്ജക്റ്റീവ് ഹേറ്റഡ്നെസ്, സമഗ്രത അഥവാ കോംപ്രിഹെൻസീവ്നെസ്, താരതമ്യക്ഷമത അഥവാ കമ്പാരബിലിറ്റി, പ്രയോജനക്ഷമത അഥവാ യൂട്ടിലിറ്റി. ഒരു ചോദകം എന്ത് നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കാനുള്ള കഴിവ് ചോദകത്തിനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാധുത എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു ചോദകം എന്തു നിർണ്ണയിക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കുവാനുള്ള കഴിവ് ചോദകത്തിനുണ്ടെങ്കിൽ അതിനെയാണ് സാധുത എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ചോദകത്തിൻ്റെ സ്ഥിരതയെ ആണ് വിശ്വാസ്യത എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ്യത എന്ന് പറയുന്നത് എന്താണ്? ചോദകത്തിൻ്റെ സ്ഥിരതയെ ആണ് വിശ്വാസ്യത എന്ന് പറയുന്നത്. അപ്പോൾ ചോദകത്തിൻ്റെ സ്ഥിരതയെ വിശ്വാസ്യത എന്ന് പറയുന്നു. ഒരു നല്ല ചോദകം എല്ലാ സന്ദർഭത്തിലും പ്രയോഗിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ അതാണ് പ്രായോഗികമെന്ന് പറയുന്നത്. ഒരു നല്ല ചോദകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതിനെ നമ്മൾ പ്രായോഗികം എന്നാണ് പറയുന്നത്. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതിനെയാണ് നമ്മൾ വസ്തുനിഷ്ഠത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് വ്യവച്ഛേദന ശേഷി എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയെ ആണ് വ്യവച്ഛേദന ശേഷി എന്ന് പറയുന്നത്. ചോദകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം എന്താണ്? അത് നൽകുന്നതാണ് ഉദ്ദേശ്യ അധിഷ്ഠിത സ്വഭാവം എന്നാണ് പറയുന്നത്. ഒരു ചോദകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം നൽകുന്നതാണ് ഉദ്ദേശ്യാധിഷ്ഠിത സ്വഭാവം എന്ന് പറയുന്നത്. ചോദകം പാഠ്യക്രമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്యాంശങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സമഗ്രത എന്ന് പറയുന്നത്. ചോദകം പാഠ്യക്രമത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്యాంശങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സമഗ്രത എന്ന് പറയുന്ന, അതായത് താരതമ്യക്ഷമത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ താരതമ്യക്ഷമത ഉറപ്പാക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? സമാന നിലവാരത്തിലുള്ള ചോദകങ്ങൾ ലഭ്യമാക്കുക, അനുയോജ്യമായ മാനകങ്ങൾ ലഭ്യമാക്കുക, ചോദകം ആലോചിച്ചുറപ്പിച്ച ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുകയും ഉന്നതമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ചോദകഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജനക്ഷമത എന്ന് പറയുന്നത്. അതായത് ചോദകം ആലോചിച്ചുറപ്പിച്ച ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുകയും ഉന്നതമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ചോദകഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജനക്ഷമത എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത തരം ചോദകങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത തരം ചോദകങ്ങൾ ഏതെല്ലാമാണ്? മാനകീകൃത ചോദകങ്ങളുണ്ട്, അധ്യാപക നിർമ്മിതി ചോദകങ്ങളുണ്ട്, നിരാനശേഷ ചോദകങ്ങളുണ്ട്, സിദ്ധിശോധകങ്ങളുണ്ട്, പ്രോഗ്നാസ്റ്റിക് ചോദകങ്ങളുമുണ്ട്. അതായത് മാനകീകൃത ചോദകങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ല, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്? ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷകളാണ് മാനകീകൃത ചോദകങ്ങൾ എന്ന് പറയുന്നത്. ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷകളാണ് മാനകീകൃത ചോദകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്താവുന്ന ശോധകങ്ങളാണ് ഇത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്താവുന്ന ശോധകങ്ങളാണ് ഇത്. അടുത്തത് മാനകീകൃത ശോധകങ്ങളെ പറ്റിയുള്ള അടുത്ത പറച്ചിലെന്താണ്? വിദ്യാർത്ഥികളുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന പരീക്ഷയാണ് മാനകീകൃത പരീക്ഷ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന പരീക്ഷയാണ് മാനകീകൃത പരീക്ഷ എന്ന് പറയുന്നത്. മാനകീകൃത പരീക്ഷകൾക്ക് ഉദാഹരണം എന്താണ്? വ്യക്തിത്വ പരീക്ഷകൾ അഥവാ സിദ്ധി പരീക്ഷകൾ, അഭിരുചി പരീക്ഷകൾ എന്നിവയാണ്. മാനകീകൃത പരീക്ഷകൾക്ക് ഉദാഹരണം വ്യക്തിത്വ പരീക്ഷകൾ, സിദ്ധി പരീക്ഷകൾ, അഭിരുചി പരീക്ഷകൾ എന്നിവയാണ്. അധ്യാപക നിർമ്മിത ശോധകങ്ങളുണ്ട്, അതായത് ടീച്ചർ മേഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അധ്യാപക നിർമ്മിത ശോധകങ്ങൾ, ടീച്ചർ മേഡ് ടെസ്റ്റ്. ഒരു ക്ലാസ് റൂം ആവശ്യത്തിനായിട്ട് മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് അധ്യാപക നിർമ്മിത ശോധകങ്ങൾ എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂം ആവശ്യത്തിനായിട്ട് മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് അധ്യാപക നിർമ്മിത ശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്യാപക നിർമ്മിത ശോധകത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? പഠനത്തിൻ്റെ ദൈനംദിന രീതിയുടെ പുരോഗതി അളക്കുക, അല്ലെ? പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി അളക്കലാണ് അധ്യാപക നിർമ്മിത ശോധകത്തിൻ്റെ പ്രയോജനങ്ങളെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ധാരണാശക്തി അളക്കൽ, അല്ലെ? വിദ്യാർത്ഥികളുടെ ധാരണാശക്തി അളക്കൽ വിദ്യാർത്ഥികളുടെ നിലവാരം അറിയാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താറുള്ളത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അഥവാ നിദാന ശോധകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളുടെ ധാരണാശക്തി അളക്കാനും വിദ്യാർത്ഥികളുടെ നിലവാരം അറിയാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ളതാണ് നിദാന ശോധകങ്ങൾ അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പഠന പ്രക്രിയകൾക്കിടയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് നിദാന ശോധകങ്ങൾ എന്ന് പറയുന്നത്. പഠന പ്രക്രിയയ്ക്കിടയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് നിദാന ശോധകങ്ങൾ. പ്രയാസമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. പ്രയാസമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ശോധകമാണ് നിദാന ശോധകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന രീതിയിലുള്ള കുറവുകളെ മനസ്സിലാക്കാനും അവയെ തരണം ചെയ്യാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. പഠന രീതിയിലുള്ള കുറവുകളെ മനസ്സിലാക്കാനും അവയെ തരണം ചെയ്യാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. നിദാന ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പരിഹാരബോധനമാണ്. നിദാന ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം പരിഹാരബോധനമാണ്. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ നൈപുണ്യ വികസനത്തിന് സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ നൈപുണ്യ വികസനത്തിന് സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിദ്ധി ശോധകങ്ങളുണ്ട്. എന്താണ് സിദ്ധി ശോധകങ്ങൾ അഥവാ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം അധ്യാപന രീതിയിലൂടെ കുട്ടികൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്നതിന് തയ്യാറാക്കുന്ന പരീക്ഷയാണ് സിദ്ധി ശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിദ്ധി ശോധകങ്ങൾ ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം അധ്യാപന രീതിയിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്നതിന് തയ്യാറാക്കുന്ന പരീക്ഷയാണ് സിദ്ധിശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സിദ്ധിശോധകത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? സിദ്ധിശോധകത്തിൻ്റെ ഉദാഹരണങ്ങൾ വാചിക പരീക്ഷ, എഴുത്ത് പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ എന്നിവയാണ് സിദ്ധിശോധകത്തിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സിദ്ധിശോധകത്തിൻ്റെ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുവാൻ സാധിക്കുന്നതാണ് വാചിക പരീക്ഷ, എഴുത്ത് പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ എന്നിവ. ഇനി സിദ്ധിശോധകങ്ങളുടെ ധർമ്മമുണ്ട്. എന്താണ് സിദ്ധിശോധകങ്ങളുടെ ധർമ്മം എന്ന് നമുക്കൊന്ന് നോക്കാം. അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക, വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ വിലയിരുത്താൻ സഹായിക്കുക. ഇതെല്ലാം സിദ്ധിശോധകമാണ് ചെയ്യുന്നത്. അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക, അല്ലെ? വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ വിലയിരുത്താൻ സഹായിക്കുന്നത് സിദ്ധിശോധകമാണ്. സിദ്ധിശോധകങ്ങൾക്ക് സമയക്ലിപ്തത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ധിശോധകങ്ങൾക്ക് സമയക്ലിപ്തതയുണ്ട്. സിദ്ധിശോധകത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? സിദ്ധിശോധകത്തിൻ്റെ നിർമ്മാണം: ശോധകസൂത്രണം, ബോധനോദ്ദേശ്യങ്ങൾ, ഉള്ളടക്കം, രൂപരേഖ തയ്യാറാക്കൽ, രോധത്തിൻ്റെ കാഠിന്യം, ബ്ലൂ പ്രിൻ്റ്, ചോദ്യം തയ്യാറാക്കൽ, ചോദ്യ അപഗ്രഹണം ഇവയൊക്കെയാണ് സിദ്ധിശോധകത്തിൻ്റെ നിർമ്മാണത്തിൽ വേണ്ടിവരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സിദ്ധിശോധക നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം ശ്രദ്ധാപൂർവമായ ശോധക ആസൂത്രണവും ബോധന ഉദ്ദേശ്യങ്ങളെ സാധൂകരിക്കത്തക്ക രീതിയിൽ സിദ്ധിശോധകങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി നമുക്ക് ബുദ്ധിശോധകങ്ങൾ എന്താണ് എന്ന് നോക്കാം. ബുദ്ധിശോധകങ്ങൾ എന്നാൽ എന്താണ് എന്നൊന്ന് നോക്കാം. ബുദ്ധിശോധകങ്ങൾ എന്താണ്? ബുദ്ധിശോധകങ്ങൾ പ്രതിഭാസമ്പന്നരെ തിരഞ്ഞെടുക്കുന്നതിനായി ബുദ്ധി നിലവാരം അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബുദ്ധിശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അപ്പോൾ പ്രതിഭാസമ്പന്നരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ബുദ്ധി നിലവാരം അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബുദ്ധിശോധകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിഷയവിവരമാണ് ഉള്ളടക്കം. ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിഷയവിവരമാണ് ഉള്ളടക്കം. ഉദ്ദേശ്യങ്ങൾക്കും ഉള്ളടക്കത്തിനുമുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് തയ്യാറാക്കേണ്ടതാണ് ചോദ്യ മാതൃക എന്ന് പറയുന്നത്. ഉദ്ദേശ്യങ്ങൾക്കും ഉള്ളടക്കത്തിനുമുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് തയ്യാറാക്കേണ്ടതാണ് ചോദ്യ മാതൃക. ചോദ്യങ്ങളുടെ കാഠിന്യത്തിൻ്റെ ആപേക്ഷിക പ്രാധാന്യം കണക്കാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ കാഠിന്യത്തിൻ്റെ ആപേക്ഷിക പ്രാധാന്യം കണക്കാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. സമ്പൂർണ്ണ നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃകയുണ്ട്, അതാണ് ഉപന്യാസ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ സമ്പൂർണ്ണ നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃകയുണ്ട്, അതാണ് ഉപന്യാസ മാതൃക എന്ന് പറയുന്നത്. ലളിത നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ലളിത നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ലളിത നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്നത് വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങളാണ്. വളരെ എളുപ്പം, ശരാശരി, കാഠിന്യം എന്നിങ്ങനെ 3 വിഭാഗം ചോദ്യങ്ങൾ സന്തുലിതമായിട്ട് ഉപയോഗിച്ച് ശോധകത്തെ നമുക്ക് ഫലപ്രാപ്തിയിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പമെന്നും ശരാശരിയാണെന്നും കാഠിന്യമുള്ളതാണെന്നും ഇങ്ങനെയുള്ള 3 വിഭാഗം ചോദ്യങ്ങൾ സന്തുലിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ശോധകത്തെ നമുക്ക് ഫലപ്രാപ്തിയിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശോധകത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, ശോധകത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ ഉള്ളടക്കം, ചോദ്യ മാതൃകകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ത്രിമാന ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ ശോധകത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ, ഉള്ളടക്കങ്ങൾ, ചോദ്യ മാതൃകകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ത്രിമാന ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ്. ആകെ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ എണ്ണം, വിവിധ ചോദ്യങ്ങൾ കൈവരിക്കുന്ന ഉദ്ദേശ്യങ്ങൾ, അവയുടെ പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കുന്നത് ബ്ലൂ പ്രിൻ്റിലൂടെയാണ്. ആകെ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ എണ്ണം, വിവിധ ചോദ്യങ്ങൾ കൈവരിക്കുന്ന ഉദ്ദേശ്യങ്ങൾ, അവയുടെ പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കുന്നത് ബ്ലൂ പ്രിൻ്റിലൂടെയാണ്. ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെ, ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചോദ്യങ്ങളുടെ ക്രമീകരണം, വസ്തുനിഷ്ഠം, ഹ്രസ്വത്വരം, ഉപന്യാസ മാതൃക, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത്. വസ്തുനിഷ്ഠമായിട്ടും ഹ്രസ്വത്വരമായിട്ടും ഉപന്യാസ മാതൃകയിലും ചോദ്യങ്ങൾ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തരപരിശോധനയ്ക്കായിട്ട് തയ്യാറാകേണ്ടതാണ്. അല്ലേ, അതിനെ നമ്മൾ മാർഗ്ഗരേഖ എന്നാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തരപരിശോധനയ്ക്കായിട്ട് തയ്യാറാക്കേണ്ടതാണ് മാർഗ്ഗരേഖ എന്ന് പറയുന്നത്. ഇനി ബ്ലൂ പ്രിൻ്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ചോദ്യങ്ങളുടെ അപഗ്രഥനം എന്ന് പറയുന്നത്. ബ്ലൂ പ്രിൻ്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയെ ആണ് ചോദ്യ അപഗ്രഥനം എന്ന് പറയുന്നത്. ഇനി പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലേ, പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ എന്താണ്? ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികളുടെ ഭാവി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് തയ്യാറാക്കുന്ന ശോധകങ്ങളെയാണ് പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ എന്ന് പറയുന്നത്. ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികളുടെ ഭാവി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ട് തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ എന്ന് പറയുന്നത്. പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്താണ്? ക്ലറിക്കൽ അഭിരുചി, സംഗീത അഭിരുചി, ശാസ്ത്ര സംബന്ധമായ അഭിരുചി എന്നിവയാണ് പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ക്ലറിക്കൽ അഭിരുചി, സംഗീത അഭിരുചി, ശാസ്ത്ര സംബന്ധമായ അഭിരുചി എന്ന് പറയുന്നത്. ഇനി മറ്റ് പരീക്ഷകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അല്ലേ, മറ്റ് പരീക്ഷകൾ, അതായത് പെർഫോമൻസ് എക്സാംസ് ഉണ്ട്, അതായത് പ്രകട പരീക്ഷകൾ എന്ന് പറയുന്നുണ്ട്. പെർഫോമൻസ് എക്സാംസ് അഥവാ പ്രകട പരീക്ഷകൾ. എഴുത്ത് പരീക്ഷയിലൂടെ വിലയിരുത്താൻ കഴിയാത്ത പഠന നേട്ടങ്ങൾ പ്രകടന പരീക്ഷയിലൂടെ വിലയിരുത്തുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു കവിത ചൊല്ലാനുള്ള ശേഷിയാണ് വിലയിരുത്തുന്നത് എങ്കിൽ പഠിതാവ് കവിത ചൊല്ലുകയും അതിനെ മറ്റുള്ളവർ വിലയിരുത്തൽ സൂചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നതാണ് പ്രകടന പരീക്ഷ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വാചിക പരീക്ഷ അഥവാ ഓറൽ എക്സാംസ് എന്നാണ് പറയുന്നത്. എഴുത്ത് പരീക്ഷയിൽ പഠിതാക്കൾ തങ്ങളുടെ ആശയങ്ങൾ എഴുതി പ്രകടിപ്പിക്കുമ്പോൾ വാചിക പരീക്ഷയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഴുത്ത് പരീക്ഷയിൽ പഠിതാക്കൾ തങ്ങളുടെ ആശയങ്ങൾ എഴുതി പ്രകടിപ്പിക്കുമ്പോൾ വാചിക പരീക്ഷയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം അഭിമുഖം. അല്ലേ, ഉദാഹരണമായിട്ട് നമുക്ക് അഭിമുഖം പറയാം. ഇനി ഓൺലൈൻ പരീക്ഷകളുണ്ട്. എന്താണ് ഓൺലൈൻ പരീക്ഷകൾ? ഓൺലൈൻ എക്സാംസ് ആണ്. അല്ലേ, പഠിതാക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഓൺലൈനിലൂടെ നടത്തുന്ന പരീക്ഷ. അല്ലേ, പഠിതാക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഓൺലൈനിലൂടെ നടത്തുന്ന പരീക്ഷയാണ് ഓൺ ഡിമാൻഡ് പരീക്ഷകൾ എന്ന് പറയുന്നത്. ഓൺ ഡിമാൻഡ് പരീക്ഷകൾ. അടുത്ത ഓൺ ഡിമാൻഡ് പരീക്ഷകൾ. പഠിതാക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഓൺലൈനിലൂടെ നടത്തുന്ന പരീക്ഷയാണ് ഓൺലൈൻ എക്സാം എങ്കിൽ ഓൺ ഡിമാൻഡ് പരീക്ഷകളുണ്ട്. ഓൺ ഡിമാൻഡ് പരീക്ഷകൾ. അതെന്താണ് ഓൺ ഡിമാൻഡ് പരീക്ഷകൾ? പഠിതാവ് ഡിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം നടത്തുന്ന പരീക്ഷയാണ്. അല്ലേ, പഠിതാവിന് എപ്പോഴാണോ പരീക്ഷ എഴുതുവാൻ താല്പര്യമുള്ളത് ആ ഘട്ടത്തിൽ മാത്രം പഠിതാവിന് പരീക്ഷ ലഭ്യമാകുന്ന ഘട്ടമാണ് ഓൺ ഡിമാൻഡ് ഘട്ടം എന്ന് പറയുന്നത്. അടുത്തെന്താണ്?
ഓപ്പൺ ടെസ്റ്റ് എക്സാമിനേഷൻ ഉണ്ട്. തുറന്ന പുസ്തക പരീക്ഷ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പൺ ടെസ്റ്റ് എക്സാമിനേഷൻ, പുസ്തകങ്ങൾ തുറന്നു വെച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്നതാണ് ഓപ്പൺ ടെസ്റ്റ് എക്സാമിനേഷൻ. കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, മറ്റ് സാമഗ്രികൾ തുടങ്ങിയവ പരീക്ഷാ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പരീക്ഷയാണ് ഈ പറയുന്ന ഓപ്പൺ ടെസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പഠനോപകരണങ്ങളും സാമഗ്രികളും സഹായികളും ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രൂപീകരിക്കുന്ന ആശയങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി അബാക്കസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താണ് അബാക്കസ്? അത് സംഖ്യാബോധത്തിനെയാണ് നമ്മൾ അബാക്കസ് എന്ന് പറയുന്നത്, അല്ലേ? അബാക്കസ്. ഗ്ലോബുണ്ട്. ഗ്ലോബ് എന്തിനാണ് സൂചിക്കുന്നത്? ഭ്രമണത്തെക്കുറിച്ചും പരിക്രമണത്തെക്കുറിച്ചും വൻകരകളെക്കുറിച്ചും സമുദ്രങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ഗ്ലോബ് സഹായിക്കാറുണ്ട്. ഇനി ശുചിത്വബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളുണ്ട്. എന്താണ്? ശുചിത്വബോധം നമ്മുടെ ഉള്ളിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ശുചിത്വബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകൾ. ഇനി കവികളുടെ പ്രധാനപ്പെട്ട വരികളുടെ ശേഖരമുണ്ടല്ലേ? കവികളുടെ പ്രധാനപ്പെട്ട വരികളുടെ ശേഖരം, കവിതയിലെ ഈണം, ഭാവം, കവിതകളോടും കവികളോടുമൊക്കെയുള്ള താല്പര്യം, ഇതെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥാ ഭൂപടം എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ താരതമ്യം ചെയ്ത് നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കാറുണ്ട്. ഇന്ത്യയിലെ കാലാവസ്ഥാ ഭൂപടം വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ താരതമ്യം ചെയ്ത് നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ പഠനോപകരണങ്ങളുടെയും സാമഗ്രികളുടെയും സവിശേഷതകളുണ്ട്, അല്ലേ? ഇനി വ്യത്യസ്ത തരം ചോദ്യ മാതൃകകൾ ഉണ്ട്. അതെന്തെന്ന് നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത തരം ചോദ്യ മാതൃകകൾ. ഒന്നാമത്തേതാണ് വസ്തുനിഷ്ഠാപരമായ ചോദ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയും, അല്ലെ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എന്താണ് അത്? ഒറ്റ വാക്കിലോ ചെറിയ വാചകങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിൽ ചോദ്യങ്ങൾ വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റ വാക്കിലോ ചെറിയ വാചകങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ മൂല്യമുള്ളതും സമയം ലാഭിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വളരെ മൂല്യമുള്ളതും സമയം ലാഭിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി സമഗ്രതയുള്ളതും പക്ഷപാതരഹിതവും ആത്മനിഷ്ഠവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സമഗ്രതയുള്ളതാണ്, പക്ഷപാതരഹിതമാണ്, ആത്മനിഷ്ഠവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചോദ്യങ്ങൾ. ഉയർന്ന ഭാഷാ പ്രാവീണ്യം പരിഗണിക്കാത്ത ചോദ്യങ്ങളുമാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഉയർന്ന ഭാഷാ പ്രാവീണ്യം പരിഗണിക്കുന്ന ചോദ്യങ്ങൾ അല്ല വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. വിമർശന ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ ഭാവങ്ങൾ വളർത്താൻ അഭികാമ്യമല്ലാത്ത ചോദ്യങ്ങൾ വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ വിമർശന ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ ഭാവങ്ങൾ വളർത്താൻ അഭികാമ്യമല്ലാത്ത ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഒന്നോ രണ്ടോ വാക്യങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ വാക്യങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങളെന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഇനി ഉപന്യാസ മാതൃകകളേക്കാൾ വസ്തുനിഷ്ഠാപരമായ ചോദ്യങ്ങളാണ് ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഉപന്യാസ മാതൃകകളുണ്ടല്ലോ, അതിനേക്കാളും വസ്തുനിഷ്ഠാപരമായിട്ടുള്ള ചോദ്യങ്ങളെന്ന് നമ്മൾ കണക്കാക്കുന്നതാണ് ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് സ്കോറിംഗ് കീക്ക് അനുസൃതമായിട്ട് വളരെ വ്യക്തവും സമഗ്രവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. കുട്ടികളിൽ യുക്തിചിന്ത, വിശകലന ചിന്ത എന്നീ ഗുണങ്ങൾ വളരാത്ത ചോദ്യങ്ങളാണ് ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ യുക്തിചിന്ത വളരണമെന്നുണ്ടെങ്കിലും വിശകലന ചിന്ത വളർത്തണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഹ്രസ്വത്വര മാതൃകാ ചോദ്യങ്ങൾ അനുകൂലമല്ല എന്നാണ് പറയുന്നത്. ഇനി ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളുണ്ട്. അതായത് എസ്എ ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ എസ്എ ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായും വ്യക്തിഗതമായും ഉത്തരം എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായതും വ്യക്തിഗതമായും ഉത്തരം എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചോദ്യങ്ങളെയാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചോദ്യങ്ങളെയാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ എഴുത്ത് പരീക്ഷയിലെ നൈപുണ്യം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളെന്നാണ് ഈ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ എഴുത്ത് പരീക്ഷയിലെ നൈപുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെ പൊതുവെ കണക്കാക്കുന്നത്. വിമർശന ചിന്ത, തത്വങ്ങളുടെ ഉപയോഗം,
പ്രശ്നപരിഹരണം തുടങ്ങിയ ശേഷികൾ പരീക്ഷിക്കാനായിട്ട് ഉത്തമമായ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വിമർശന ചിന്ത, തത്വങ്ങളുടെ ഉപയോഗം, പ്രശ്നപരിഹരണം തുടങ്ങിയ ശേഷികൾ പരീക്ഷിക്കാനായിട്ട് ഉത്തമമായ ചോദ്യങ്ങളാണ് ഈ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാൻ പറ്റും എന്താണ്? ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധുതയും സ്ഥാപിക്കാനുള്ള കഴിവ് കുറവായ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അതായത് ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധ്യതയും സ്ഥാപിക്കാനുള്ള കഴിവ് കുറവായ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ വിദ്യാർത്ഥികളുടെ കൈയെഴുത്ത്, വൃത്തി, സ്കോറിംഗ് എന്നിവയെല്ലാം ബാധിക്കുന്നതാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ കൈയെഴുത്ത് മോശമാണെങ്കിലും വൃത്തിയായിട്ട് എഴുതിയില്ലെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന വിദ്യാർത്ഥിക്ക് പോലും മാർക്ക് നല്ല രീതിയിൽ കിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്